ഹലോ! ഞാൻ ഇന്നിവിടെ ഒരു ഫിഷ് ബിരിയാണിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കിങ് ഫിഷ് അല്ലെങ്കിൽ സീർ ഫിഷ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നെയ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ തലേന്ന് തന്നെ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വേണ്ടിയിട്ട് ഞാൻ 3 ഓണിയൻസും 2 ടൊമാറ്റോയും കുറച്ച് കൊറിയാൻഡറുമാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഹാഫ് അവർ റൈസ് സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മൊരിക്കണം, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ടൈമിന് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ജസ്റ്റ് റൈസ് വെറുതെ ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് പോലെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ റൈസ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ഇട്ടിട്ട് സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. സ്പൈസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്ക് സ്പൈസസ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് ഇടുന്നത്. നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇടാം. പക്ഷെ എനിക്ക് നട്ട്സിനോട് വലിയ താല്പര്യം, സ്പൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സ്പൈസ് ഇടുന്നത്. എന്നിട്ട് അത് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഹോട്ട് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഡബിൾ ക്വാണ്ടിറ്റി വാട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അതിൽ സോൾട്ട് ഇട്ട് കൊടുക്കുക. സോൾട്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കണം. എൻ്റെ റൈസിന് ഞാനൊരു 15 മിനിറ്റ്സ് ആണ് അത് കുക്ക് ചെയ്തത്. അപ്പോഴത്തേനും ഒരു 90% കുക്കായിട്ടുണ്ടായിരുന്നു റൈസ്. അത്ര മതി, കാരണം നമ്മളിനി ബിരിയാണി ആക്കുന്നതല്ലേ. 90% മതി. ആ സമയം കൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ അതിൽ കൂടെ തന്നെ ഗ്രീൻ ചില്ലി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തേ. എന്നിട്ട് റൈസ് കുക്കായി ഫിഷും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഞാൻ ഒണിയൻസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് മസാലയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഫുള്ളൊന്ന് സോഫ്റ്റായി വരുന്ന ടൈം, ഓണിയൻസ് ഒന്ന് സോഫ്റ്റായി വരുന്ന ടൈമിന് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിൽ ഒരു മുഷി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആകുമ്പോഴത്തേനും അതിലേക്ക് ടൊമാറ്റോസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഉടഞ്ഞ് വരുമ്പോൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കൊറിയാൻഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല, എനിക്ക് ഗരം മസാല ഇഷ്ടമാണ്, ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വാട്ടറി കൺസിസ്റ്റൻസി വേണമെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഫ്ലെയിം ലോ ചെയ്യണം കേർഡ് ആഡ് ചെയ്യുന്ന ടൈമിൽ. എന്നിട്ട് ഫിഷ് ആഡ് ചെയ്തു. എന്നിട്ട് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഇടാം, ഞാൻ അത് ഇട്ടിട്ടില്ല. എന്നിട്ട് നമുക്കിനി ബിരിയാണി സെറ്റ് ചെയ്യാം. ആദ്യം താഴെ ഒരു പാൻ വെച്ചിട്ട് വേണം നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്ന പോട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗീ ഇട്ടിട്ട് ആദ്യം കുറച്ച് റൈസ് ഇട്ടു. എന്നിട്ട് മസാല ഒഴിക്കുവാണ്, ഫുള്ളായിട്ട് ഒഴിക്കുക, കാരണം ഒരുപാട് അങ്ങനെ ലെയർ ചെയ്യുന്നില്ല. എന്നിട്ട് ബാക്കി റൈസ് ഇട്ടു. എന്നിട്ട് വീണ്ടും ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കൊറിയാൻഡർ ലീവ്സ് ഇടുന്നുണ്ട്. നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ഇടാവുന്നതാണ്, ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു 15 മിനിറ്റ് ദം ചെയ്തപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നില്ല, പിന്നെ നിങ്ങളെ കാണിക്കണമല്ലോ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാനൊരു റൈത്തയൊക്കെ കൂടെ സെറ്റ് ചെയ്ത് എടുത്തു. അടിപൊളിയായിരുന്നു.